5 മിനിറ്റ് നമസ്കരിച്ച് വീട്ടിലേക്ക് എത്തി, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള സമയം ഉണ്ടാകുമ്പോഴേക്കും അടുത്ത ബാങ്ക് കൊടുക്കും, തിരിച്ചു പോരണം അല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണല്ലോ 50 റക്അത്താക്കിയത്, അല്ല 50 വഖത്താക്കിയത്. ആ 50 വഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹിസ്സലാമയെ കണ്ടുമുട്ടി. മൂസ അലൈഹിസ്സലാം, ഇതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യമാണ് കേട്ടോ, ഇതൊക്കെ അള്ളാഹുവിന്റെ വെൽ പ്ലാനിങ് ആണ്. എന്തു തന്നെ ആയാലും മൂസ അലൈഹിസ്സലാമയെ കണ്ടുമുട്ടി തിരിച്ചു പറഞ്ഞയക്കുകയാണ് മൂസ അലൈഹിസ്സലാം. നിന്റെ ഉമ്മത്തിന് ഇത് കഴിയില്ല മുഹമ്മദേ, തിരിച്ചു പോ, അള്ളാഹുവിനോട് കുറച്ച് ചോദിക്ക്. 5 പ്രാവശ്യം പോയി കുറച്ച് ചോദിച്ചു. അങ്ങനെ അതെന്തായി മാറി? 5 വഖത്തായിട്ട് മാറി അല്ലേ? ഇന്ന് കാണുന്ന ഈ 5 വഖത്ത് യഥാർത്ഥത്തിൽ 5 അല്ല, ഈ കാണുന്ന 5 വഖത്ത് യഥാർത്ഥത്തിൽ 50 വഖത്തിന്റെ ഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ബികുല്ലി സ്വലാത്തിൻ അശ്ർ, ഓരോ വഖത്ത് നമസ്കാരത്തിനും 10 ഇരട്ടിയാണ്. അങ്ങനെ ഫതിൽക 50 സലാത്തൻ, അങ്ങനെ ഈ 5 വഖത്ത് എന്നുള്ളത് 50 വഖത്തായി മാറും. അപ്പോ 24 hours നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രതീതി എന്തിലൂടെ വരും? 5 വഖത്ത് നമസ്കരിക്കുന്നതിലൂടെ. അതുപോലും നമുക്ക് പറ്റാറില്ല, ഉണ്ടോ? അതുപോലും നമുക്ക് ഒരു വഖത്ത് തന്നെ നമസ്കരിക്കുന്നത് നമ്മൾ ഭയങ്കര ഭാരത്തോടു കൂടിയിട്ടാണ്. ഭാരമാണ് നമുക്ക് അല്ലേ? നമസ്കാരം ഭാരമാണ് യഥാർത്ഥത്തിൽ. ആർക്കാണ് ഭാരം? സത്യവിശ്വാസികൾക്കല്ല, നിഷേധികൾക്കുമല്ല. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്തവർക്ക് അത് ഭാരം തന്നെയാണ്, ഭാരം തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. വഇന്നഹാ ലകബീറത്തുൻ, അത് ഭാരം തന്നെയാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്തവർക്ക്. അത് സത്യവിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും ഖുശൂ ഇല്ലേ, അത് ഭാരമായിട്ട് അനുഭവപ്പെടും. ഖുശൂ ഉണ്ടോ, അത് ഭാരമല്ല, സുഖമാണ്. അതിനേക്കാൾ വലിയ റാഹത്ത് നമുക്ക് ലോകത്ത് കിട്ടാനുണ്ടാവില്ല. അതിനാൽ നാം നമസ്കാരത്തെ ആ രൂപത്തിലേക്ക് ശീലിക്കണം. അപ്പോ ഒരു 5 മരുന്നുകളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമസ്കാരം ആസ്വാദ്യകരമാക്കാൻ. 5 എണ്ണം. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടോ, ഓ ആ 5 എണ്ണം അങ്ങോട്ട് കാണാപ്പാടം പഠിച്ച പരിപാടി തീർന്ന് എന്ന് തോന്നുന്നുണ്ടാവും. 5 എണ്ണം അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചാൽ മതിയല്ലോ, തീർന്ന് സുഖമായി, പിന്നെ നമസ്കാരം ആസ്വദിച്ചിട്ട് ഇങ്ങനെ പറന്ന് നടക്കാം. ആ 5 ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം കഠിനമായിട്ട് പ്രയത്നിക്കണം. കഠിന പ്രയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമാലയം കീഴടക്കൽ അല്ല, ശാരീരികമല്ല, മാനസികമാണ്. അത് ഹിമാലയം കീഴടക്കുന്നതിനേക്കാൾ പ്രയാസമായിരിക്കും ചിലപ്പോൾ. കാരണം എന്താ? കുറെ സംഗതികൾ അങ്ങോട്ട് തടഞ്ഞു നിർത്തേണ്ടി വരും, കുറെ എണ്ണത്തിനെ ബ്ലോക്ക് ചെയ്യണം. കാരണം എന്താ? മൻ ദാന നഫ്സഹു, മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു നിർത്തണം. പിടിച്ചു നിർത്തണമെങ്കിൽ ആർക്ക് പറ്റൂല എന്നർത്ഥം? ശക്തവാനുണ്ടല്ലോ, നമ്മൾ കാണുന്ന മിസ്റ്റർ ഇന്ത്യ പോലുള്ള ആളുകൾ, അവർക്കൊന്നത് പറ്റില്ല എന്നർത്ഥം. അവരല്ല ശക്തി. ശക്തി എവിടെയാണ്? നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുക എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ ഏതാണെന്ന് ഞാൻ വിശദീകരിക്കുകയാണ്. അതിലൊന്നാമത്തേത്, ഹുളൂറുൽ ഖൽബ്, അതായത് ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് നിൽക്കണം. എഴുതിയെടുക്കണ്ട, നിങ്ങൾക്ക് തന്ന നോട്ടിനകത്ത് ഉണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ടിന്റെ ഫസ്റ്റ് തന്നെ അതായിരിക്കും. അതിപ്പോ നോക്കുകയും വേണ്ട, നമ്മളെ ക്ലാസ് ആകെ അലങ്കോലമാവും. ഇപ്പൊ നിങ്ങൾ ഇവിടേക്ക് ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചാൽ മതി. ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ടായിരിക്കണം നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. എന്താ ഹൃദയ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ? ഈ സാധനം, നമ്മുടെ ശരീരത്തിലുള്ള ഈ ഇറച്ചി കഷ്ണം ഉണ്ടല്ലോ, അത് ഇവിടെ തന്നെ വേണം. ഞാൻ ഇവിടെയാണ് നമസ്കരിക്കണമെങ്കിൽ ഇവിടെ തന്നെ. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയല്ലേ, ഇവിടെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സും ഹൃദയമൊക്കെ. അത് പുറത്ത് കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പോരുന്നതിന് മുന്നുണ്ടായിരുന്ന കുറെ സംസാരങ്ങളെ കുറിച്ചോ ഒന്നും വരരുത്, ഇവിടെ വേണം. അതില്ല എങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലാസ്സിനെ ഇത് യഥാർത്ഥത്തിൽ എൻ്റെ കഴിവല്ല ഈ പറയുന്നത്. ഇതെന്താണ്? നമസ്കാരത്തിന്റെ കഴിവാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ
ഒരു വലിയ സമ്മാനത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് എന്റെ പ്രസന്റേഷൻ പവറിന്റെ വലുപ്പത്തിലല്ല ഇത് ബോധ്യപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമസ്കാരത്തിന്റെ പവറാണ്. അതിനാൽ ഇതിനെ നിങ്ങൾ ആ രൂപത്തിൽ തന്നെ കാണണം. അപ്പോൾ ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ടായിരിക്കണം നിൽക്കേണ്ടത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ. 90% അല്ല, ഏകദേശം ഒരു 99% ആൾക്കാരും ഹൃദയ സാന്നിധ്യം ഇല്ലാതെയാണ് നമസ്കരിക്കുന്നത്. 99, പിന്നെ അവിടെ നിന്നും കൂട്ടാൻ പറ്റുക കൂട്ടാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണത്. ഞാൻ ഒരു അസംഷൻ പറയല്ല, അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അവ്വലുമായി യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൽ നിന്ന് ആദ്യമായി കൊണ്ട് ആവിയായിട്ട് പോകുമൊരു സാധനം, അതെന്തറിയോ? അൽ ഖുശൂ. ഖുശൂ ഖുശൂ എന്ന് പറഞ്ഞ ഹൃദയത്തെ അവിടെ വെച്ചിട്ട് ഭയഭക്തിയോട് കൂടിയിട്ട് നിർവഹിക്കുക. ഹൃദയം നമസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് നമസ്കരിക്കാം. അതുണ്ടാവില്ല. അതായിരിക്കും ആദ്യമായിട്ട് ആവിയായി പോകാം. എന്നിട്ടോ അങ്ങനെ കണ്ട് കണ്ട് അങ്ങനെ ആവിയായി പോയി 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 ഹത്ത ഏതുവരെ ലാ തറാ ഫീഹിം ഖാശിഅ. ഓരോരോ പള്ളിയിലേക്ക് നിങ്ങൾ ടൂർ പോവുക. എന്നിട്ട് ആ പള്ളിയിൽ പോയിട്ട് ലോഹർ നമസ്കരിക്കുന്നവരെങ്ങനെ നോക്കുക, ആ നമസ്കരിച്ചതിൽ എത്ര ഖാശിഈങ്ങളുണ്ട് എന്ന് നോക്കിയാൽ ഹത്ത ലാ തറാ ഫീഹിം ഖാശിഅ, ഒരൊറ്റ ആളെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ആകും. നിങ്ങൾ പോകുന്ന പള്ളിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പോകുന്ന പള്ളിയിൽ എത്ര ഖാശിഈങ്ങളുണ്ട്? എന്താ ഖാശിഅ? ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയം അവിടെ വെച്ചിട്ട് നമസ്കരിക്കുക ഇല്ല. അപ്പോ ഒരു 99-നേക്കാൾ കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം, കുറവാണ്. മെയിൻ ഇതാണ്, ഹുളൂറുൽ ഖൽബാണ്. ഹൃദയ സാന്നിധ്യത്തോട് കൂടിയിട്ട് നമസ്കരിക്കാം. ഹൃദയ സാന്നിധ്യത്തോട് കൂടി നമ്മൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ ഉത്തമരാണ് ആരെന്നറിയോ? നമ്മൾ കാണുന്ന പള്ളിയിലെ തൂണുകൾ, നമ്മൾ പോകുന്ന പള്ളിയിലെ പായകൾ നമ്മളെക്കാൾ ഉത്തമരാണ്. എന്താണ്? നമ്മൾ പള്ളിയിൽ ആകെ 5 മിനിറ്റേ പോകണുള്ളൂ, ഇത് 24 മണിക്കൂറും പള്ളിയിലാണ്. നമുക്ക് ഹൃദയ സാന്നിധ്യം ഇല്ല, അവർക്കും ഹൃദയ സാന്നിധ്യം ഇല്ല. പിന്നെന്താ വ്യത്യാസം? പള്ളിയിലെ തൂണുകൾക്കും ഹൃദയ സാന്നിധ്യമില്ല, നമുക്കും ഹൃദയ സാന്നിധ്യമില്ല. അപ്പോ ഒരു തൂണ് പോയി നിൽക്കുന്നത് പോലെ ഞാൻ പോയി നിന്നു തിരിച്ചു വന്നു, ഞാനാകെ 5 മിനിറ്റ്, ആ തൂണോ 24 മണിക്കൂർ. ഞാനാണോ തൂണാണോ വലുത്? തൂണല്ലേ? ഹൃദയ സാന്നിധ്യമില്ല എങ്കിൽ ഒരു സാധനം, ഒരു ഫിസിക്കൽ ബോഡി അവിടെ പോയിട്ട് എന്താ കാര്യം? ഹൃദയമാണ് പോകേണ്ടത്. ഇസ്ലാം മനുഷ്യനോട് സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ ഭാഷയാണ്. അത് മനസ്സിലാക്കിക്കോ. ഇസ്ലാം നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയാണ്. അതല്ലാതെ നമ്മൾ കുറേ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് കൂട്ടി 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 ഉഹദ് മലയുടെ വലുപ്പത്തോളം കർമ്മങ്ങൾ ഇങ്ങനെ കൂട്ടുക, ഒന്നിനും ഹൃദയ സാന്നിധ്യമില്ല. ഒന്നും ഹൃദയം തട്ടിയിട്ടുള്ളതല്ല എങ്കിൽ ഊതിയാൽ ധൂളികളായിട്ട് പറന്നു പോകുന്ന വെറും ധൂളികളായി മാറും അവ അള്ളാഹുവിന്റെ അടുക്കൽ. എന്തേ കാരണം? ഹൃദയമില്ല. ഹൃദയം ആണ് യഥാർത്ഥത്തിൽ ഏത് കർമ്മത്തിന്റെയും ആത്മാവ്. ആത്മാവില്ലാത്തൊരു സാധനം എങ്ങനെയാണ്? നമസ്കാരത്തെക്കുറിച്ച് മുൻകാല പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഒരു രാജാവിന് നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെയാണ്. പണ്ട് കാലത്ത് രാജാക്കന്മാർക്ക് ആളുകൾ പെൺകുട്ടികളെ കാഴ്ചവെക്കും. ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് രാജാവിന് കൊണ്ടുപോയി കാഴ്ചവെക്കും. അതുപോലെയാണ്. എങ്ങനെയായിരിക്കും ഒരു രാജാവിന് കണ്ണുപൊട്ടിയായ, ഒരു കാല് മുടന്തിയായ, ഒരു കാണാൻ തീരെ ചൊറുക്കില്ലാത്ത, മുടിയില്ലാത്ത, അങ്ങനെ വികൃത രൂപമുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് രാജാവേ ഇതാ സന്തോഷപൂർവ്വം സ്വീകരിച്ചാലും എന്ന് പറഞ്ഞാൽ രാജാവ് ഉടനെ വാളെടുത്തിട്ട് നമ്മളെ പീസാക്കൂലേ? എന്താണ്? ഒരു സമ്മാനം തരുന്ന സാധനത്തിന്റെ കോലായി കാണണമെന്ന് ചോദിക്കൂലേ? അതേപോലെ നാം അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു വലിയ സമ്മാനമാകുന്നു നമസ്കാരം. അതിനാൽ ആ നമസ്കാരം റൂഹില്ലാത്തതാണ് എങ്കിൽ, കയ്യും കാലും ഇല്ലാത്തതാണ് എങ്കിൽ, മുടന്തുള്ളതാണെങ്കിൽ എങ്ങനെ അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് പണ്ഡിതന്മാർ ചോദിക്കുന്നു. അതിനാൽ പരിപൂർണമായ ആത്മാവ് നിറഞ്ഞ ഒരു വസ്തുവായിട്ടായിരിക്കണം അള്ളാഹു തആലയുടെ മുന്നിൽ നാം എന്ത് ചെയ്യേണ്ടത്? നമസ്കാരം സമർപ്പിക്കേണ്ടത്. ഏകദേശം 1 മണിക്കൂറായി. ഒന്ന് എഴുന്നേറ്റിട്ട് ഇരിക്കണമെങ്കിൽ എഴുന്നേറ്റിരുന്നോ? വെറുതെ ഒന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നോ?
വേണ്ട. തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞു നേരത്തെ, ഇസ്ലാം മനുഷ്യന്റെ ഹൃദയത്തിനോടാണ് സംസാരിക്കുന്നത്. മനുഷ്യന്റെ ചെവിയോടോ കണ്ണിനോടോ അല്ല, ഹൃദയത്തിനോടാണ് സംസാരിക്കുന്നത്. അത് പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും. അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ ഭാവത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല. അല്ലാഹ് നോക്കുക, നിങ്ങൾ നമസ്കരിക്കാൻ പോയി നിന്നാൽ, നിങ്ങൾ ജീവിക്കുമ്പോൾ അല്ലാഹ് നോക്കുന്ന അവൻ ഇന്ന് എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നതെന്നാ, അവന്റെ കോലം, അവന്റെ ശരീരം, അവന്റെ ഭംഗി, അതല്ല. അള്ളാഹു നോക്കുന്നത്, നമസ്കരിക്കാൻ പോയി നിന്നാൽ പോലും അള്ളാഹു തആല നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്. അപ്പോ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇവിടേക്കാണ് നോട്ടം വരിക അള്ളാഹുവിന്റെ. ഇത് എവിടെയാണ്? ഇത് വീട്ടിലെ അടുക്കളയിലായിരിക്കും, അല്ലെങ്കിലോ ജോലി സ്ഥലത്തായിരിക്കും. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സാധനം അവിടെ ഇല്ല. നമസ്കരിക്കുന്ന സ്ഥലത്ത് ഇതില്ല. നമസ്കരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ശരീരമുള്ളൂ. ശരീരത്തേക്കോട്ട് അള്ളാഹ് നോക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇന്നല്ലാഹ ലാ യൻദുറു എന്ന് പറഞ്ഞാൽ അള്ളാഹ് നോക്കില്ല. എവിടേക്ക്? ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്ക്. നോക്ക് എവിടേക്കാണ്? ഹൃദയത്തിലേക്ക്. ആ ഹൃദയം ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ നമസ്കരിച്ചിട്ടില്ല. പോകലല്ല നമസ്കാരം, ഹൃദയം പോകലാണ്. ഹൃദയം അവിടെ ചെന്ന് നിൽക്കലാണ് നമസ്കാരം. അപ്പോ അല്ലാഹു തആല അവിടേക്കാണ് നോക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ പല ആളുകളും വായിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ഉറപ്പായും വിജയിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ ഉറപ്പായിട്ടും വിജയിച്ചു, അവർക്ക് പരാജയമേ ഇല്ല. ആരാണ് അവർ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും അവർ. നമസ്കാരത്തിൽ ഹൃദയം അവിടെയായിരിക്കും. പള്ളിയിലാണ് നമസ്കരിക്കുന്നതിൽ പള്ളിയിലായിരിക്കും അവരുടെ ഹൃദയം, വീട്ടിലാണെങ്കിൽ വീട്ടിലായിരിക്കും, നമസ്കരിക്കുന്ന സ്ഥലത്തായിരിക്കും അവരുടെ ഹൃദയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നർ റജുല ലയുസല്ലി, ഒരു മനുഷ്യൻ ഇങ്ങനെ നമസ്കരിക്കും. കുറേ ആളുകൾ ഇങ്ങനെ നമസ്കരിച്ചു കൂട്ടുന്നുണ്ട്. പള്ളിയിലേക്ക് പോയാൽ 4 റക്അത്താകട്ടെ 8 റക്അത്താകട്ടെ ഇങ്ങനെ നമസ്കരിച്ചു കൂട്ടുന്നുണ്ട്. ഒരുപാട് നമസ്കാരം. നമ്മൾ തന്നെ എണ്ണാൻ പറ്റുമോ? ജീവിതത്തിൽ എത്ര വഖത്ത് നമസ്കരിച്ചെന്ന് എണ്ണാൻ പറ്റുമോ? ഇല്ല. ഇന്നർ റജുല ലയുസല്ലി, മനുഷ്യന്മാർ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാലഹു മിൻഹ, ആ നമസ്കരിച്ച് കൂട്ടിയ ഒരു പക്ഷേ ഹിമാലയം പർവ്വതം പോലെ വളർന്ന് അത്രയും വലുപ്പമുള്ള നമസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവും. മാലഹു മിൻഹ, പക്ഷെ ആ നമസ്കാരത്തിൽ നിന്നും അവനക്ക് തിരിച്ചു കിട്ടില്ല. നമസ്കാരത്തിൽ നിന്ന് അവനക്ക് തിരിച്ചു കിട്ടില്ല പരലോകത്ത്. ഇല്ല ഉശ്റുഹ, അവൻ നമസ്കരിച്ചതിന്റെ 1/10 മാത്രം. 1/10 മാത്രമേ തിരിച്ചു കിട്ടൂ. ബാക്കി 90% പോക്കായിരിക്കും. 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% തിരിച്ചു കിട്ടൂ, ബാക്കി ഒന്നും ഉണ്ടാവില്ല. തുസ്ഉഹ, അല്ലെങ്കിൽ 9/1, സുമനുഹ അല്ലെങ്കിൽ 8/1, സുബ്ഉഹ 7/1. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ എണ്ണി കുറച്ച് കൊണ്ടുവരികയാണ്. ഹുമുസുഹ 5/1, റുബുഹ 4/1, കാഭാഗം 4/1, സുലുസുഹ 3/1, നിസ്ഫുഹ പകുതി. അത് എന്താണ് അതിന്റെ അർത്ഥം? ഖുശൂ കൂടുന്നതിനനുസരിച്ച് നമസ്കാരം ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഖുശൂ ഇല്ലെങ്കിലോ 0 ആയിരിക്കും കിട്ടുക എന്ന് മനസ്സിലായില്ലേ? 0 ആയിരിക്കും കിട്ടുക. 10% ചിലപ്പോൾ കിട്ടുകയുള്ളൂ ഖുശൂഇന് അനുസരിച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ മിൻ സ്വലാത്തിക, നീ നമസ്കരിച്ച നമസ്കാരങ്ങളിൽ നിനക്ക് കിട്ടുക എന്ത് മാത്രമേ ഉള്ളൂ? ഇല്ലാമ അഖൽത, നീ എന്താണോ മനഃപൂർവം പറഞ്ഞത്, നീ എന്താണോ ബുദ്ധി ഉപയോഗിച്ച് അവിടെ പറഞ്ഞത്, നിന്റെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നീ അവിടെ പറഞ്ഞു, അത് മാത്രമേ നിനക്ക് കിട്ടൂ. ഓർമ്മയില്ലാതെ ഒന്നും മനസ്സാന്നിധ്യമില്ലാതെ എന്ത് പറഞ്ഞോ അത് നിനക്ക് കിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇനി ഇതിന്റെ പ്രത്യേകതകൾ ഇനിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, 5 സ്വലവാത്തിൻ, 5 വഖത്ത് നമസ്കാരങ്ങൾ, ഇഫ്തറലഹുന്ന അല്ലാഹു തആല അത് ഫർളാക്കിയിരിക്കുന്നു. മൻ അഹ്സന വുളൂഅഹുന്ന, ആരെങ്കിലും
ആ 5 വഖത്ത് നമസ്കാരത്തിന്റെ വുളു പരിപൂർണമായി പെർഫെക്റ്റ് ആയിട്ട് ആരെങ്കിലും വുളു എടുത്തു, എന്നിട്ടോ വസല്ലാഹുന്ന ലി വഖതിഹിന്ന, അതിന്റെ കറക്റ്റ് ടൈമിൽ അവ നിർവഹിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇതൊക്കെ കറക്റ്റാണ്. വഅതമ്മ റുകൂഅഹുന്ന വഖുശൂഅഹുന്ന, റുകൂഉം ഖുശൂഉം ഒക്കെ പരിപൂർണമായിരുന്നു. പരിപൂർണം എന്ന് പറഞ്ഞാൽ 100% റുകൂ, 100% ഖുശൂ. അങ്ങനെയാണ് നമസ്കരിച്ചത് എങ്കിൽ കാന ലഹു അലല്ലാഹി അഹ്ദുൻ, അല്ലാഹുവിന് അവന്റെ മേൽ ഒരു ബാധ്യതയുണ്ട്. അല്ലാഹുവിന് ബാധ്യതയുണ്ട്. അൻ യഗ്ഫിറ ലഹു, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ. പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ മേൽ ബാധ്യതയാണ്. വമൻ ലം യഫ്അൽ, ഇനി ഇപ്പൊ ഈ പറഞ്ഞ കണ്ടീഷനുകളിൽ കണ്ടീഷനൊന്നും ഇല്ലാതെയാണ് നമസ്കരിച്ചത് എങ്കിൽ ഫലൈസ ലഹു അലല്ലാഹി അഹ്ദുൻ, അല്ലാഹ്ക്ക് അങ്ങനെ ബാധ്യതയൊന്നുമില്ല. ഇൻഷാ ഗഫറ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹ് പൊറുക്കും. ഇൻഷാ അഅ്ദബഹു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശിക്ഷിക്കുകയും ചെയ്യും. കാരണം എന്താ? ബാധ്യത ഇല്ല അവിടെ. ബാധ്യത വരണോ? ഈ പറഞ്ഞ രൂപത്തിൽ, ഈ പെർഫെക്റ്റ് ആയ രൂപത്തിൽ ഒതുടുക്കണം, കറക്റ്റ് ടൈമിൽ നമസ്കരിക്കണം. പിന്നെ റുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റുക്കൂ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് അതിന്റെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ആക്ഷനുകളും പെർഫെക്റ്റ്. പിന്നെ ഖുശൂ, മാനസികമായ ഹൃദയപരമായ കാര്യങ്ങൾ പെർഫെക്റ്റ്. ശാരീരികവും മാനസികവുമായത് പെർഫെക്റ്റ് 100% ആയിട്ട് ആരെങ്കിലും നമസ്കരിച്ച അള്ളാഹു പുറത്തു തരുമെന്ന് അള്ളാഹുവിന്റെ മീതെ എന്തുണ്ട്? ബാധ്യതയായി. അതല്ല എങ്കിൽ ബാധ്യതയില്ല. ചിലപ്പോൾ പുറത്തു തരും, ചിലപ്പോൾ പുറത്തു തരില്ല. ഇനി വേണമെങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു മത്സരം വെക്കാവുന്ന ഒരു സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താണ്? മൻ തവല്ല. ഇനി ഇവിടെ ആരെങ്കിലും എനിക്കങ്ങനെ പറ്റുമെന്ന് വാദിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. മൻ തവല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വുളു എടുത്തു, എന്നിട്ടോ ഫഅഹ്സനൽ വുളുഅ, പെർഫെക്റ്റ് ആയിട്ട് വുളു എടുത്തു. അതെല്ലാവരും പറയും ഞങ്ങൾക്ക് പറ്റുമെന്ന്. എന്നിട്ടോ സുമ്മ സ്വല്ലാ റകഅതൈനി, എന്നിട്ട് 2 റകഅത്ത് നമസ്കരിച്ചാൽ മതി. വുളു എടുത്തിട്ട് 2 റകഅത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വുളു എടുക്കുക, എന്നിട്ട് 2 റകഅത്ത് നമസ്കരിക്കുക. യുഖ്ബിലു അലൈഹിമാ ബിഖൽബിഹി, ആ നമസ്കാരത്തിൽ ഹൃദയം കൊണ്ടായിരിക്കണം മുഖാമുഖം നടത്തേണ്ടത്, ഹൃദയം കൊണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, സ്വന്തം മനസ്സിനോട് ഒരു വാക്ക് പോലും മിണ്ടാതെ, മനസ്സിൽ ഒരു വാക്ക് പോലും മനസ്സിനോട് സംസാരിക്കാതെ, മനസ്സിനോട് സംസാരിക്കാന്നാണ് മനസ്സിലായില്ലേ, ഒന്നും ഓർക്കാതെ ഒരു വാക്ക് പോലും. നമ്മൾ നമസ്കരിക്കാൻ നിന്നാൽ ഒരുപാട് ഡയലോഗുകൾ ഇങ്ങനെ മനസ്സിൽ വരും. നമ്മൾ കേട്ടതും കേൾക്കാത്തതും കേൾക്കാൻ പോകുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരും. മനസ്സിന്റെ പ്രത്യേകത അതാണ്. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഫ്ലഷ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സംഗതി. അതൊന്നുമില്ലാതെ ലാ യുഹദ്ദിസു ഫീഹിമാ നഫ്സഹു, സ്വന്തം മനസ്സിനോട് ഒരു അക്ഷരം പോലും ഉരിയാടാതെ 2 റകഅത്ത് മതി നമസ്കരിക്കൂ. അങ്ങനെ നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. 2 റകഅത്ത്. സൂറത്തുൽ കാഫിറൂൻ ഓദിക്കോ, സൂറത്തുൽ ഇഖ്ലാസ് ഓദിക്കോ. എത്ര സമയം ഉണ്ടാവും? 5 മിനിറ്റ്. 5 മിനിറ്റ് സ്വന്തം ഹൃദയത്തോട്, സ്വന്തം മനസ്സിനോട് സംസാരിക്കാതെ വേറൊരു സ്ഥലത്തേക്കും നിങ്ങൾ ഇന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ 100% ഉറപ്പ് പറയാം, സംഭവിക്കൂല. ഇന്ന് പോയിട്ട് രാത്രി പോയിട്ട് നിങ്ങൾ 2 റകഅത്ത് ഒരു അക്ഷരം പോലും നിങ്ങൾ സംസാരിക്കരുത്, ഒരു വാക്ക് പോലും നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കാതെ വെറും ഹൃദയം കൊണ്ട് അള്ളാഹുവിനോട് മാത്രം സംസാരിക്കുക. അപ്പോ ഉസ്താദ് പറഞ്ഞത് എന്ന മനസ്സിൽ ഇപ്പോൾ വരും ഉസ്താദ് പറഞ്ഞത്. അത് ഹൃദയത്തിനോടുള്ള, അത് മനസ്സിനോടുള്ള സംസാരമാണ്. അങ്ങനെ പല സംസാരങ്ങളും വരും മനസ്സിൽ. അതൊന്നുമില്ലാതെ 100% പ്യുവറായി അള്ളാഹുവിനോട് മാത്രം, കൽബ് കൊണ്ട് മാത്രം സംസാരിക്കുക. ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും, എല്ലാ പാപങ്ങളും. വേറൊരു റിവായത്തിൽ പറയുന്നു ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പാണ്. അങ്ങനെ 2 റകഅത്ത് നമസ്കരിച്ച സ്വർഗം. ഇത്രയും പ്രാധാന്യമാണെന്ന് മനസ്സിലായില്ലേ ഇതിൽ നിന്ന്? ഇത്രയും സ്വർഗം ഉറപ്പായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എഴുതി ഗ്യാരണ്ടി തരുമെങ്കിൽ അത് അത്രയും പ്രാധാന്യമുള്ളതാണ്. എന്ത്? ഹൃദയ സാന്നിധ്യം എന്ന് മനസ്സിലാക്കുക. ശരി, കുറേ ആയി പ്രസംഗിക്കുന്നു ഹൃദയ സാന്നിധ്യം. ഇതെങ്ങനെ ഉണ്ടാക്കും? അതിന് കുറച്ച് ടിപ്സുകൾ തരാം. അത് ഹൃദയം കൊണ്ട് കേട്ടാൽ മതി, എഴുതിയെടുക്കണ്ട. കാരണം എഴുതിയെടുത്താൽ സംഭവിക്കാൻ പോണത് ഞാൻ പറഞ്ഞുതരാം.
നിങ്ങൾ എഴുതിയെടുക്കും, വീട്ടിൽ പോയിട്ട് കരുതും, ഇൻഷാ അല്ലാഹ് ഇനി എഴുതിയതനുസരിച്ചൊക്കെ ഒന്ന് നമസ്കരിച്ച് നോക്കണമെന്ന്. 2 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ അങ്ങനെ നമസ്കരിക്കില്ല. കാരണം എന്താ? അതവിടെ റെക്കോർഡഡ് ആണല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം അങ്ങനെ നമസ്കരിക്കണമെന്ന് കരുതും. അതിനാൽ ഹൃദയം കൊണ്ട് കേൾക്കുക എന്താണ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഭൗതികമായിട്ടുള്ള, അതായത് ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, അത് ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ആ പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഹൃദയ സാന്നിധ്യം ഇല്ലാതായി പോകും എന്നതിനാലാണ്. ഹൃദയ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും എന്നതിനാലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യരുത് എന്ന് നമസ്കരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽപ്പെട്ട കുറെ കാര്യങ്ങളാണ്, ഒരു 10 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത്, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മെ ശ്രദ്ധ തെറ്റിക്കുന്ന വസ്തുക്കൾ മുന്നിലുണ്ടാകാൻ പാടില്ല. ഉദാഹരണമായിട്ട് ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടാണ് അതിന്റെ പിന്നിലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ടി വിയിൽ പെട്ടെന്ന് സീരിയലിൽ നായകൻ കൊല്ലും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും സീരിയലിൽ. എന്താ സംഭവിക്കാന്ന് സംവിധായകന് പോലും അറിയാത്ത കാലാണ്. അപ്പോ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായി പോകും. അപ്പോ നമസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒരു സാധനം നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഡ്രസ്സിൽ, നമ്മൾ നമസ്കരിക്കുന്ന വസ്ത്രത്തിൽ ചിത്രപ്പണികൾ, വരകൾ ഒന്നും പാടില്ല എന്നും. അതെന്തേ കാരണം? ഞാൻ നമസ്കരിക്കുകയാണെങ്കിൽ എൻ്റെ പിന്നിലത്തെ ആളുടെ ശ്രദ്ധ എൻ്റെ ഷർട്ടിന്മേൽക്ക്, എൻ്റെ ഡ്രസ്സിന്മേൽക്ക് വരും. ചിത്രപ്പണികൾ ഉണ്ടെങ്കിൽ, കാരണം വേറെ ഒന്നും ഓർക്കാനില്ല. അപ്പോൾ ഈ ചിത്രങ്ങൾ ചിലപ്പോൾ പാമ്പുകളായിട്ട് മാറി ഇങ്ങനെ പോയി ഒരുപാട് വലിയ ഡിസൈനൊക്കെ ആയി മാറും. നമ്മൾ കാണാത്ത കാർമേഘ കൂട്ടങ്ങൾക്കുള്ളിൽ നിന്ന് ഒരാളിങ്ങനെ എത്തി നോക്കുന്ന അതൊക്കെ തോന്നും. അത് തോന്നിപ്പിക്കാൻ വേറൊരാൾ പിന്നിൽ നിൽക്കണമുണ്ട്. അപ്പോൾ എല്ലാതും തോന്നും. നമ്മൾ കാണാത്ത ഡിസൈനുകളൊക്കെ ചിലപ്പോൾ ഈ ചെമ്മരുമ കാണും നമ്മൾ നമസ്കരിക്കുമ്പോൾ. എന്നിട്ട് വേണം നമസ്കരിച്ചതിന് ശേഷം അങ്ങനെ ഒരു സാധനം അമ്മൽ ഉണ്ടോ എന്നൊക്കെ നോക്കേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മലന്റെ മേലെ നിന്ന് ഒരുപാട് ആൾക്കാർ ചാടുന്നതായിട്ട് ഇങ്ങനെ തോന്നും. വെറുതെ ഡിസൈനാണ്, മാർബിളിന്റെ ഡിസൈനായിരിക്കും, പക്ഷെ അതങ്ങനെ തോന്നും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു കർട്ടൻ ഉണ്ടായിരുന്നു. ആ കർട്ടൻ നമസ്കരിച്ച ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ കർട്ടൻ എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഇന്നഹ ഖദ് അൽഹത്നി മിൻ സലാത്തി, എന്റെ നമസ്കാരത്തിൽ അതെന്നെ അശ്രദ്ധനാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അശ്രദ്ധനാക്കിയെന്ന് കർട്ടൻ. എങ്കിൽ നമ്മുടെ കാര്യമോ? നമ്മൾ തീരെ മനസ്സാന്നിധ്യം ഇല്ലാത്തവരാണ്. അതും ഇല്ലാത്ത ആളുകൾ ഈ സാധനം കൂടി വെച്ച് കഴിഞ്ഞാൽ മനസ്സാന്നിധ്യം പിന്നെ വരുമോ? ഇല്ല. അതിനാൽ അങ്ങനെ മുന്നിൽ നമ്മുടെ നാം നമസ്കരിക്കുന്നതിന്റെ മുന്നിൽ അങ്ങനെ നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ എടുത്ത് മാറ്റണം. മൂന്നാമത്തേത്, ഭക്ഷണം റെഡി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമസ്കരിക്കാൻ പോകാൻ പാടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ ഹിക്മത്ത്? എന്താണ്? ഹൃദയ സാന്നിധ്യം കിട്ടില്ല, ഉറപ്പാണ്. കാരണം വിശപ്പുണ്ട്, ഭക്ഷണം നല്ലോണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഭക്ഷണമാണെങ്കിൽ റെഡിയുമാണ്. ഈ മനുഷ്യന് ഹൃദയ സാന്നിധ്യം കിട്ടും? ഇല്ല, ഉറപ്പാണ്. ഹൃദയ സാന്നിധ്യം കിട്ടില്ല. അവന്റെ മനസ്സ്, അവന്റെ ഹൃദയം ഭക്ഷണത്തിലേക്കായിരിക്കും. ഇതെങ്ങനെയെങ്കിലും തീർത്തിട്ട് 4 റക്അത്ത് എന്നുള്ളത് 2 റക്അത്തായിട്ട് കംപ്രസ് ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാനാ തോന്നുള്ളൂ. അതിനാൽ നമസ്കാര സമയത്ത് ഭക്ഷണം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് നിസ്കരിക്കാൻ പോകാം. അത് ഇഖാമത്ത് കൊടുത്താൽ പോലും അപ്പൊ അതിന്റെ പ്രാധാന്യമാണ് ഇത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അപ്പോഴാണ് ഇഖാമത്ത് കേട്ടത് എങ്കിൽ അവൻ എഴുന്നേറ്റ് പോകരുത്, അവന്റെ ആവശ്യം ഇതിൽ നിന്ന് നിർവഹിച്ചിട്ടല്ലാതെ. ഏതിൽ നിന്ന്? ഭക്ഷണത്തിൽ നിന്ന്. അതോടെ ഇപ്പൊ പോകും, ഇമാമാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് പോണ്ട. ഇതിലുള്ളത് വയറ് നിറക്കല്ല, അവനവന്റെ ആവശ്യം കഴിയുന്നത് വരെ അവനക്ക് എന്തുണ്ടാകാൻ പാടില്ല? ഷഹ്വത്ത് ഉണ്ടാവാൻ പാടില്ല. ഭക്ഷണത്തിനോടൊരു ആർത്തി അല്ലെങ്കിൽ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് പോകാൻ പാടില്ല. അത്